റെമ്യൂണറേഷനിൽ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ എന്റെ അനുഭവം പറയാം. എന്നെ വിളിച്ചിട്ട് പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാര്യം പുള്ളിക്ക് ഫാമിലിയും കുടുംബമൊക്കെ ഉണ്ട്. മാത്രമല്ല പുള്ളി ഒരു വലിയ ആളാണ്. ഏഷ്യാനെറ്റിന്റെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെയാണ്. പക്ഷെ അയാൾ എൻ്റെ അടുത്ത് പൈസ വെച്ചിട്ടുണ്ട്. അതായത് പുള്ളി എന്നോട് പൈസ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാലറി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്. എൻ്റെ റേഡിയോയുടെ ശമ്പളം വെച്ചിട്ട് കണക്കൂട്ടിയൊക്കെ അത് നിസ്സാരമായിട്ടുള്ളൊരു തുകയായിരുന്നു എന്നെ സംബന്ധിച്ച് അന്ന് അവർ പറഞ്ഞു. അപ്പം ഞാനത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ പുള്ളി അതിനൊരു പുതിയ തുക പറയുന്നു. ഈ തുക പറയുന്ന സമയത്ത് ഇയാൾ ഈ പറഞ്ഞ പോലെ അപ്പം ഞാൻ പുള്ളിയോട് അന്നേ പറഞ്ഞായിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ എന്നോട് വിളിച്ച ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നെഞ്ചിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പേര് പറയുമോ എന്ന് പേടിക്കുന്ന ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു അനാഥാലയം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഇതിൽ പോകുന്നതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് ഇത്ര വെച്ച് മുതലാവില്ല, എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ മുതലാവുള്ളൂ. അപ്പം പുള്ളി എന്നോട് ഇങ്ങോട്ട് 3-4 വട്ടം ട്രൈ ചെയ്തു. ശരി, നിങ്ങളുടെ ഈ കേസ് പറഞ്ഞിട്ട് ഞാൻ ഇത്ര രൂപയാക്കിയിട്ടുണ്ട്, അത് സത്യത്തിൽ ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ഇത്ര രൂപ ഇങ്ങോട്ട് തന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയായി നടക്കും എന്നത് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിടിയോ? അതുകൊണ്ട് ഞാനത് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ താല്പര്യമില്ല, വിഷയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുറപ്പിച്ച തുകയ്ക്ക് തന്നെ എനിക്ക് കയറാനായി. മറ്റൊരാൾക്ക് അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നിലേക്ക് അത് വന്നിട്ടുണ്ട്. എന്നിലേക്ക് വന്ന ആ നിമിഷം മുതൽ ഞാനത് ചിന്തിക്കുന്നുണ്ട്, മറ്റൊരാളെ ഒരുപക്ഷെ അയാൾക്ക് ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. ഇപ്പൊ ലെറ്റ്സ് സേ മോളെ വിളിക്കുകയാണ്, പിന്നെ ഒരു 20,000 രൂപ, അവിടെ 20,000 ഒന്നും അല്ല കേട്ടോ, 50,000, 70,000, 80,000, പിന്നെ 30,000, 40,000 റേഞ്ചിലൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പൊ ലെറ്റ്സ് സേ 25,000 രൂപ എന്ന് വെച്ചോളൂ. ഈ 25,000 രൂപയ്ക്ക് ഇവർ വിളിക്കുകയാണ്, നമ്മൾ ഓക്കെ പറയുന്നു, പോകുന്നു. ഇതിനിടയിൽ നിങ്ങൾ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കി, 12,500 തരുള്ളൂ, 12,500 രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ അവസരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തു നിൽക്കുന്ന ഒരാളാണ് മോളെങ്കിൽ ആ 12,500 പോട്ടെ നോക്കും. എന്നെ സംബന്ധിച്ച് ഈ ഒരു അവസരം ഭയങ്കര സംഭവം ഒന്നും ആയിരുന്നില്ല. എന്റെ ഉദ്ദേശം ഈ പറഞ്ഞ സ്ഥാപനമാണ്. നമ്മളിപ്പോ ഇരിക്കുന്നത് അന്ന് നിങ്ങളൊക്കെ കളിയാക്കിയ, ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ആക്രമിച്ച അതേ സനാഥാലയത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതുണ്ടാക്കാനാണ് പോയെ. അതുകൊണ്ട് എനിക്ക് ബാർഗെയിങ്ങിനകത്ത് എനിക്കിങ്ങനെ കുറയ്ക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഞാൻ ഈ സംഗതി, ഈ സനാഥാലയം എന്ന ക്യാൻസർ കെയർ സെന്റർ വന്നേനെ. അത് ഈ പറഞ്ഞ പോലെ പിന്നെ ലാലേട്ടനോട് ഉൾപ്പെടെ നമ്മൾ അവിടെ നിന്ന് പുറത്താകുന്ന സമയത്ത് 6ാം സ്ഥാനക്കാരനായിട്ടാണ് എന്നെ മനഃപൂർവ്വം ഫൈനൽ 5 ഉൾപ്പെടുത്താത്തതാണ്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നല്ലോ ഫൈനൽ 5 എത്തണം, മനഃപൂർവ്വം ഉൾപ്പെടുത്താത്തതാണ്. അത് അവിടുത്തെ തന്നെ സംഘാടകരുടെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്നെ ഫൈനൽ 5 കഴിഞ്ഞാൽ ഞാൻ ജയിച്ചല്ലോ. ഞാൻ പറഞ്ഞത് നടന്നല്ല, അത് നടക്കാതിരിക്കാനാണ് ചെയ്തതെന്ന് കൃത്യമായ 6ാം സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ട്. ശരിക്കും ചേട്ടൻ ഇത് അന്ന് ഷോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചേട്ടൻ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വാക്കുകൾ കെട്ടിയിടും. നമുക്കൊരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് വെച്ചിട്ട് നമുക്ക് ഷോയെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു. നിയമപ്രകാരം ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഷോയുടെ സീക്രസി ഒന്നും നമ്മൾ പുറത്തു പറയുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് പറയാൻ പാടില്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഷോയെ കുറിച്ച് എന്റെ ലൈഫിൽ എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എനിക്ക് പറയാം. അതിന് ഈ പറഞ്ഞതുപോലെ വിഷയങ്ങളില്ല. ഇതൊക്കെ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ അത് പലരായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അഖിൽ പറയുന്നതിന് മുമ്പ് തന്നെ സത്യത്തെ പറഞ്ഞത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. റോബിൻ ഷോയ്ക്കകത്തിരുന്ന് തന്നെ പറഞ്ഞല്ലോ, ഈ ഷോയ്ക്കകത്ത് ഉടായ്പ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സിബിൻ അത് വ്യക്തമാക്കി പറഞ്ഞു. അപ്പോഴൊക്കെയാണ് ആൾക്കാർ ഇത് ചർച്ചയ്ക്കിട്ടെ. സത്യത്തിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ 3 കൊല്ലം മുമ്പ് ഞാനിതൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, വളരെ കുറച്ച് പേര് അത് കണ്ടിട്ടുള്ളൂ. 10 കേക്കകത്ത് എന്തോയെ കണ്ടിട്ടുള്ളൂ. അതിന്റെ പിന്നെ തമ്പനയിൽ വീഴുന്ന ഏത് ചാനലാണ് ഞാൻ പറഞ്ഞു, അതിന്റെ തമ്പനയിൽ എന്നെ 3.5 കോടി മലയാളികളെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആരും കണ്ടിട്ടില്ല. ഒരു 10,000 പേർക്കകത്ത് ഇത് കണ്ടിട്ടുള്ളൂ. ആ ഇന്റർവ്യൂവിനകത്ത് ഇത് വളരെ കൃത്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ബിഗ് ബോസിനകത്ത് നടന്നത്, ഏത് തരത്തിലാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായിട്ടുണ്ട്. അന്ന് പറയാൻ ശ്രമിച്ചിരുന്നു, ആരും